ഹായ്, എൻ്റെ പേര് ട്രീസ കാതറിൻ ജോൺ. ഇതെന്റെ ഹസ്ബൻഡ് ശരത്, മൂത്ത മോൻ തിയാഗോ, ഇളയാള് കിയാനും. അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് ആസ് എ ഫാമിലി ഓഫ് 4 ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാതെ ഒന്നിച്ച് പോകാൻ സാധിക്കും. ആൻഡ് വി ആർ ഗോയിങ് ഇൻ ജൂലൈ. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഓസ്ട്രേലിയക്ക് നമുക്ക് പോകാൻ എന്തെങ്കിലും ഫാമിലി ആയിട്ട് പോകാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ട്രൈ ചെയ്തു. അപ്പൊ എക്സാക്ട്ലി വന്ന സ്ഥലം ഓൾ സെറ്റ് ആയിരുന്നു. ഇവിടുത്തെ രേണു മാമും ഉണ്ടായിരുന്നു, പിന്നെ മാരേജും ഉണ്ടായിരുന്നു. അപ്പൊ മാം ഞങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു നമുക്ക് ഏത് സബ്സിഡീസ് ആണ് പറ്റുന്നത്, PR ഏതാണ് 189 ആണോ 190 ആണോ ഏതാ പറ്റുന്നതെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതങ്ങനെ നമ്മൾ നമ്മുടെ ഹോൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു, PT എഴുതി, നമ്മുടെ പോയിന്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ഓരോ സ്റ്റേജിലും നമ്മൾ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. സ്കിൽ അസസ്മെന്റ്, പിന്നെ EOE ഫയലിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് മനസ്സിലായത് അത്യാവശ്യം ലോങ് പ്രോസസ് ആണ്. നമ്മൾ റൈറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രോസസ്സ് അന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ സ്കിൽ അസസ്മെന്റ് ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്തു. ഞങ്ങൾ ഓർത്തത് ഒത്തിരി പാടായിരിക്കും, കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ വേണ്ടി വരും. പക്ഷെ അവർക്ക് എല്ലാത്തിനും ഒരു പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് നടന്നു. നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. 4 to 5 വീക്സിലൊക്കെ നമുക്ക് സ്കിൽ അസസ് ചെയ്ത് കിട്ടി. പ്രീ ഇൻവൈറ്റ് വന്നു, ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻവൈറ്റ് വന്നു. ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, രണ്ടാമത്തെ ബേബി ആയിട്ട്. അപ്പൊ നമുക്ക് ഡൗട്ട് ആയിരുന്നു രണ്ടാമത്തെ ബേബിയുടെ ജനിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ. പക്ഷെ എല്ലാം ഭയങ്കര ഫുൾ പ്രൂഫ് ആയിട്ട് നടന്നു. ഞങ്ങൾക്ക് വിസ വന്നപ്പോൾ ആഫ്റ്റർ 15 months, എക്സാക്ട്ലി ഒരു 15 months കഴിഞ്ഞ മാം പറഞ്ഞ ടൈം ഫ്രെയിമിന്റെ വെയിറ്റിംഗ് എക്സാക്ട്ലി 15 to 18 months ആ പറഞ്ഞിരുന്നത്. ആ 15 months കവർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇളയ മോന്റെ കൂടെ ചേർത്ത് ഗ്രാൻഡ് വന്നു. ജൂലൈയിൽ പോകാനിരിക്കുകയാണ്. പിന്നെ നമുക്ക് പോസ്റ്റ് ലാൻഡിങ്ങിനുള്ള കാര്യങ്ങൾ, നമുക്ക് ആദ്യമായിട്ട് പോകുന്ന രാജ്യമായിരുന്നു, നമുക്ക് ആരും പരിചയമില്ലാത്തതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ജോബിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്, ആരെയൊക്കെ പരിചയപ്പെടണം, എങ്ങനത്തെയാണ് ലിങ്ക്ഡിൻ, അങ്ങനെ ഏത് സൈറ്റിലൊക്കെയാണ് ജോബ് അന്വേഷിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്തെല്ലാം പറഞ്ഞു തന്നു. പോസ്റ്റ് ലാൻഡിങ്ങിനെ കുറിച്ച് ഇവിടുത്തെ സ്റ്റാഫൊക്കെ അവരെല്ലാവരും നമ്മളെ കൃത്യമായിട്ട് നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കും, നമ്മുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തു. നമ്മൾ റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ ഡീൽ ചെയ്യാനൊക്കെ അവർ ഭയങ്കര സ്മൂത്ത്ലിയാണ് എല്ലാം ഡീൽ ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ 4 പേരും ഇപ്പൊ ന്യൂ ബോൺ ബേബി ജനിച്ചു കഴിഞ്ഞിട്ട് റിക്വയർമെന്റ് വളരെ മിനിമലാണ്. ഇപ്പൊ വളരെ നല്ലൊരു ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോഴേ അങ്ങനെ സാധിക്കുള്ളൂ. അവന്റെ S56 മാത്രമാണ് ചോദിച്ചത്. അതെല്ലാം നന്നായിട്ട് പോയി, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. Godspeed Migration and Study Abroad Experts.